കണ്ണൂരിൽ CPIM-നെ ഞെട്ടിച്ച് പാർട്ടി വിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചാണ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വർഗവഞ്ചകനെന്നാണ് CPIM-ന്റെ പ്രതികരണം. തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ പരസ്യകലാപമായി മാറിയത്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പാർട്ടിയിൽ ആദ്യമേ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എതിർപ്പുകൾ മാനിക്കാതെ നേതൃത്വം ഏകപക്ഷീയ തീരുമാനമെടുത്തെന്നാണ് TK ഗോവിന്ദന്റെ ആരോപണം. 2 ടേം 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ടാവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. PK ശ്യാമള കാരണമാണ് ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തതെന്നും താൻ ചെയർപേഴ്സൺ ആയിരിക്കുന്നിടത്തോളം കാലം സാജന്റെ പേപ്പറിൽ ഒപ്പിടില്ലെന്ന് ശ്യാമള വാശി പിടിച്ചിരുന്നതായും TK ഗോവിന്ദൻ വെളിപ്പെടുത്തി. MV ഗോവിന്ദൻ MLA ആയിരുന്ന കഴിഞ്ഞ 5 കൊല്ലക്കാലം മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ലെന്നും ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും ആരോപണം. ഒന്ന് അഴിമതിയെയും മൂടി വെക്കുക, അഴിമതി നടത്തിയ ആളെ സംരക്ഷിക്കുകയും അഴിമതി ചോദ്യം ചെയ്ത ആളുകളെ ക്രൂശിക്കുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് അഴിമതിയെ സംരക്ഷിക്കലാണ്. മറ്റൊന്ന് സ്വജനപക്ഷപാതം, കുടുംബാധിപത്യം, സ്വജനപക്ഷപാതം ഇത് കൊണ്ടുവരിക. അതും എന്തിനാ? അതിൻ്റെ പിന്നിലും അഴിമതിയാണ്. വർഗവഞ്ചനയെന്ന് CPIM. ഇത്തരത്തിലുള്ള വർഗവഞ്ചകരെ തിരിച്ചറിയും. അദ്ദേഹം താൻ മത്സരിക്കുമെന്നും UDF-ന്റെ പിന്തുണ തേടുമെന്നുമാണ് പറഞ്ഞത്. അതാണ് രാഷ്ട്രീയ വഞ്ചന. TK ഗോവിന്ദന് പിന്തുണ നൽകാനുള്ള നീക്കത്തിനെതിരെ തളിപ്പറമ്പ് കോൺഗ്രസിൽ പ്രതിഷേധം വരുന്നുണ്ട്. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രാജിക്കൊരുങ്ങുന്നുവെന്നാണ് സൂചന. അജീഷ് ജയകുമാർ, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.